Hi friends, welcome to my YouTube channel Ambiency. Our channel name Help Me Lord. ഇന്നത്തെ വീഡിയോ ഒരു നാരങ്ങ വെള്ളമാണ്. അതായത് സാധാ നാരങ്ങ വെള്ളമല്ല, ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം. സാധാ നാരങ്ങ വെള്ളം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ ഇത് സംതിങ് സ്പെഷ്യൽ. ഇത് നിങ്ങളിപ്പോൾ തന്നെ ട്രൈ ചെയ്യണം, എല്ലാവരും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇതിൽ എക്സ്ട്രാ ആയി വേണ്ടത് അല്പം ഇഞ്ചിയും ഒരു പച്ചമുളകും പിന്നെ അല്പം കസ്കസും. ഈ കസ്കസിന് പറയുന്ന മറ്റ് പേരുകളാണ് സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ്, ഫലൂദ സീഡ്സ്. ഇനി ഈ പേര് കേട്ടിട്ട് മനസ്സിലാവാത്തവർക്കായി ഞാൻ പടം കാണിക്കാം. ഇതാണ് സാധനം. ഇത് വെള്ളത്തിൽ ഇട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആവും. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, കസ്കസ് ഇല്ലെന്നും പറഞ്ഞ് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. 1 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് വേണ്ടതാണ് ഞാൻ പറയുന്നത്. 1/4 ടീസ്പൂൺ കസ്കസ്, ഒരു ലേശം വെള്ളം ഒഴിച്ച് വെക്കുക. അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്, സോഫ്റ്റായി വെള്ള പോലെ പൊങ്ങി വരാൻ വേണ്ടിയാണ്. അത് ഒരു 2-3 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് അത് പൊങ്ങി വരും. ഇനി ഒരു കഷണം ഇഞ്ചി നല്ല പോലെ ചതച്ച് വെക്കുക. വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടും ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് 1 മതി, അത് എരി അനുസരിച്ച്. നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ 1, എരി കുറവ് മതിയെങ്കിൽ അരമുറി മതി. ഇതും ഈ ഇഞ്ചി മിക്സിയിൽ ചതയ്ക്കുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇത് ചതച്ചെടുത്താൽ പെട്ടെന്ന് എരി ഇറങ്ങി മിക്സായിട്ട് കിട്ടും, അതിന് വേണ്ടിയാണ്. ഈ നാരങ്ങ വെള്ളം 2 രീതിയിലുണ്ടാക്കാം. ഞാൻ 2 രീതിയും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യാം. ഒന്നാമത്തെ രീതി നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് പോലെ തന്നെ തണുത്ത വെള്ളത്തിൽ ആണെങ്കിൽ ഏറ്റവും നല്ലത്. തണുത്ത വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളത്തിന് നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ അരമുറി നാരങ്ങയാണ് കണക്ക്. ഈ നാരങ്ങ പിഴിയുക. അതിനുശേഷം അതിൽ പഞ്ചസാരയും അല്പം ഉപ്പും ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, മുളക് എന്നിവയിട്ട് നല്ലപോലെ ഇളക്കുക. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു കഴിഞ്ഞ് ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. ഉപ്പും പഞ്ചസാരയൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ഈ അരിച്ചു കഴിഞ്ഞതിന് ശേഷം കസ്കസും ആ വെള്ളവും ചേർക്കുക. ഇതിന് ശേഷം ഒരു ഐസോ, അല്ലെങ്കിൽ ഐസ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിൽ ഐസ് ഇടേണ്ട ആവശ്യമില്ല. ഐസ് വേണ്ടവർക്ക് ഒരു ഐസ് ക്യൂബ് കൂടി ഇട്ട് ഒന്ന് കുടിച്ച് നോക്കിക്കേ. അതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ രീതി, തണുത്ത വെള്ളവും അല്പം ഐസും നാരങ്ങ പിഴിഞ്ഞതും ആ നാരങ്ങാത്തോടും ഇഞ്ചിയും മുളകും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നാരങ്ങാത്തോടിൻ്റെ ഒരു ചെറിയൊരു കയ്പ്പ് പോലെ തോന്നും, പക്ഷെ അത് ടേസ്റ്റിയാണ്. ഇത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത ശേഷം അത് അരിച്ചെടുത്ത് അതിൽ ഉപ്പും ഈ കസ്കസും ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുക. മിക്സിയിൽ അടിക്കുമ്പോൾ കസ്കസ് ചേർക്കരുത്, പുറത്തെടുത്ത് അരിപ്പയിൽ അരിച്ചെടുത്ത ശേഷമേ അത് ഉപയോഗിക്കാവൂ. ഇനി ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക. ശരീരത്തിന് ഒരു ദോഷവുമില്ലാത്ത നല്ലൊരു പാനീയമാണിത്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.